ഹായ് മാന്യ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നമ്മൾ ഈ മഞ്ഞളിന് വളമിടുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നടുക, അതിന് വളമിടുക, അതിൻ്റെ വിളവെടുപ്പ് കാണിക്കുക. ഇതാണ് നമ്മുടെ കൃഷി രീതി. നമ്മൾ അല്ലാതെ തന്നെ ഒരു മഞ്ഞൾ കൊണ്ട് കാണിച്ചിട്ട് ധാരാളം വിളവെടുക്കുന്നത് ഗൂഗിളിൽ നിന്ന് ഒന്നും ഒരു പിക്ചർ എടുത്ത് കാണിക്കുക സിസ്റ്റമല്ല. നമ്മളെ കൃഷി രീതി നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മിക്ക സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മണ്ണിൽ പുരയിടത്തിൽ കൃഷി ചെയ്യാം. ഗ്രോ ബാഗിൽ, ചാക്കിൽ, ഡ്രമ്മിൽ, അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലൊക്കെ കൃഷി ചെയ്ത രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മഞ്ഞൾ നട്ടതാണ്. ഒരു മൂട് മഞ്ഞൾ ഞാൻ നമ്മുടെ പുരയിടത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും മഞ്ഞൾ നടാറുണ്ട്. അത് ഒറ്റ പണിയായിട്ടല്ല, അവിടെ ഇവിടെയായിട്ടൊക്കെ നടുകയാണ്. കൃഷിയിലും കൃഷിയിടത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് നടും. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ മണ്ണിലെ വിഷാംശങ്ങളെ നിർവീര്യമാക്കും. ഇപ്പോൾ തന്നെ മണ്ണിൽ ഒരുപാട് രാസവസ്തുക്കളൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ ചേർക്കുമായിരുന്നു. അപ്പോൾ ആ രാസവസ്തുക്കളെയൊക്കെ നിർവീര്യമാക്കും. ഒപ്പം കീടരോഗബാധകളെ ചേർക്കും. അതിനാണ് ഞാൻ പല ഭാഗങ്ങളിലായിട്ട് ഈ മഞ്ഞൾ നടുന്നത്. ഞാൻ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്, ചട്ടിയിൽ നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പുരയിടത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത് നട്ടിട്ടുണ്ട്. ഈ ഒരു മൂട് മഞ്ഞളിൽ നിന്നും 10 കിലോ മഞ്ഞളാണ് ഞാൻ കളച്ചെടുക്കുന്നത്. ആ രീതിയാണ് പറയുന്നത്. അപ്പോൾ ഇത് നട്ടപ്പോൾ ഞാൻ അല്പം ചാമ്പലും അതുപോലെ തന്നെ പിണ്ണാക്കും എല്ലുകൂടിയും കൂടെ ഇട്ട് കുറച്ച് ചിരിച്ച വളം ഇട്ടാണ് ഇത് നട്ടത്. ഇപ്പം ഇത് ഈ പരുമൊഴി. ഇനി ഇപ്പോഴ് രണ്ടാമത്തെ വളമായിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് കമ്പോസ്റ്റ് വളമാണ്. വേറെ വളമൊന്നും ചെയ്യത്തില്ല, കമ്പോസ്റ്റ് വളമാണ്. ഈ കമ്പോസ്റ്റ് വളം അല്പം അകലെ കൂട്ടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുത്തു. ഇനിയും പ്രധാനമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ വേണമെങ്കിൽ തോല് വെക്കാം. തോലെന്ന് പറഞ്ഞാൽ ചീമക്കൊന്നയുടെ, വട്ടയുടെ, ഇതിൻ്റെയൊക്കെ തോല് വെക്കാം. ഏത് തോലായാലും മതി. ആ തോല് വെച്ച് വേണേൽ മണ്ണിടാം. ഇവിടെ ഞാൻ തോലിന് പകരമായിട്ട് കരിയിലയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഈ മഞ്ഞളിൻ്റെ ചുവട്ടിൽ വാഴയുടെ കൊലയൊക്കെ വിട്ടുന്ന പിണ്ടിയൊക്കെ ധാരാളമായിട്ട് ഞാൻ അരിഞ്ഞിടാറുണ്ട്. അതുപോലെ മണ്ണിൽ വെറുതെ ഞാൻ പിണ്ടിയൊക്കെ അരിഞ്ഞിട്ട് മണ്ണിൽ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തോല് വെക്കുന്നില്ല, പകരം ഈ കരിയിലയാണ് ഞാനിങ്ങനെ ചുറ്റും വെച്ച് കൊടുക്കുക. കരിയില വെച്ച് കൊടുക്കുന്ന, കരിയിലയും തോലുമൊക്കെ വെച്ച് കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 2 ഉദ്ദേശമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് കട്ടിയാവരുത്. മണ്ണ് കട്ടിയായാൽ മഞ്ഞളിൻ്റെ വളർച്ച, ധാരാളം മഞ്ഞൾ ഉണ്ടാവുന്നത് കുറച്ച് മഞ്ഞളേ ഉണ്ടാവും. മണ്ണ് നല്ല മൃദുലമായിട്ടിരുന്ന് കഴിഞ്ഞാൽ, ഇളകി കിടന്നു കഴിഞ്ഞാൽ ധാരാളമായ മഞ്ഞൾ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ഞാൻ കാണിക്കാം. അപ്പം അതുപോലെ തന്നെ ഇത് ലയിച്ചൊരു വളവുമാവും. ഈ 2 കാര്യങ്ങൾക്കാണ് കരിയിലയും അതുപോലെ തോലമൊക്കെ നമ്മൾ ഇടുന്നത്. ഇനി നമുക്ക് മണ്ണ് വെട്ടി ഇങ്ങോട്ട് അടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ മഞ്ഞളിൻ്റെ പണി പൂർത്തിയായി. ഇനിയിപ്പോൾ ഇതിന് വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ തുലാവർഷത്തിൻ്റെ ആരംഭത്തിൽ കുറച്ച് തോലൂടെ വെച്ച് ഒന്ന് മണ്ണിട്ടാൽ മതി. 10 കിലോ മഞ്ഞളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിൽ നട്ടു നോക്കിയപ്പോൾ ഒരു മൂട് മഞ്ഞളിൽ നിന്നും കിട്ടിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം എപ്പോഴും എനിക്ക് പറയാനുള്ളത്, കൃഷി എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ വിജയിക്കണമെന്നില്ല, ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ തീർച്ചയായിട്ടും വിജയം നമ്മുടെ കയ്യിലെത്തും. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്തുകളുടെ പോരായ്മ, നമ്മുടെ മണ്ണിൻ്റെ പോരായ്മ, നമ്മൾ മണ്ണ് കൃഷിക്ക് വേണ്ടി തയ്യാറാക്കുന്നതിൻ്റെ പോരായ്മ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല പ്രാവശ്യം ചെയ്യുക, തീർച്ചയായിട്ടും വിജയിക്കും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എല്ലാവർക്കും കൃത്യമായ നന്ദി, നമസ്കാരം.